I think it's time അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. നമസ്കാരം. ഇടുക്കി നെറ്റ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് വിഷൻ ന്യൂസ് ലൈവ്. പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും വൻ കവർച്ച. 3.25 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കട്ടപ്പന ബിവറേജസ് ഷോപ്പിൽ നിന്നും 55,000-ലധികം രൂപയുടെ മദ്യവും മോഷ്ടാക്കൾ കടത്തി. MG യൂണിവേഴ്സിറ്റിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി KR സോദരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൃഷി പരിശീലനത്തിലൂടെ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് സന്തോഷം പകർന്നു നൽകുകയാണ് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റേഴ്സ്. മികച്ച കൃഷി പരിശീലനത്തിനുള്ള സംസ്ഥാന അവാർഡും ഇവരെ തേടിയെത്തിയിരുന്നു. സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട ഓഡിഷൻ നെടുങ്കണ്ടത്ത് നടക്കും. ആദ്യ ഓഡിഷനിൽ അരങ്ങേറിയ സംഗീത മത്സരം ഏറെ മികവ് പുലർത്തി. വാർത്തകളിലേക്ക് വിശദമായി. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും വൻ കവർച്ച. 3.25 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കട്ടപ്പന ബിവറേജസ് ഷോപ്പിൽ നിന്നും 55,000-ലധികം രൂപയുടെ മദ്യവും മോഷ്ടാക്കൾ കടത്തി. കട്ടപ്പന ടൗണിന്റെ വിവിധ ഭാഗത്തുള്ള 3 സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച രാത്രി കവർച്ച നടന്നു. 3.25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. രാവിലെ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇവിടെ സാധാരണ കുപ്പി ഗ്ലാസ് എല്ലാം എടുക്കുന്നു. മേശ തുറന്നു. ഞങ്ങൾ സിഗരറ്റ് 10,000 രൂപയുടെ സിഗരറ്റെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം മേശയെല്ലാം തുറന്നു കിടക്കുമായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം നിരത്തിയെല്ലാം ഇട്ടേക്കുമായിരുന്നു. ബൈപ്പാസിലുള്ള കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലയിലും TB കവലയിലെ ഹിന്ദി കോളേജിലും സെൻട്രൽ ജംഗ്ഷന് സമീപം ഒരു വാടക മുറിയിലുമാണ് കവർച്ച നടന്നത്. കട്ടപ്പന VMR ടെക്സ്റ്റൈൽസിന്റെ ഉടമ മഹാരാജൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന സുരഭി ടെക്സ്റ്റൈൽസിന് പിൻവശത്തുള്ള മുറിയിൽ നിന്ന് 2.5 ലക്ഷം രൂപയും ഒരു വാച്ചുമാണ് മോഷണം പോയതെന്ന് പോലീസ് പറഞ്ഞു. മേലമ്മക്കുടിയിൽ ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മുറി. ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലയിൽ നിന്ന് 55,000 രൂപയോളം മദ്യം മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയെന്നാണ് പ്രാഥമിക നിഗമനം. ഹിന്ദി കോളേജിലെ അലമാരകളും മറ്റും കുത്തി തുറന്നിട്ടുണ്ടെങ്കിലും കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. മോഷണം നടന്ന സ്ഥാപനങ്ങളിൽ പോലീസും വിരലടയാള വിദഗ്ധനും തെളിവെടുപ്പ് നടത്തി.
MG യൂണിവേഴ്സിറ്റിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി KR സോദരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബിരുദാനന്തര കോഴ്സിലെ സെമസ്റ്റർ സമ്പ്രദായത്തിലെ അപാകത പരിഹരിക്കുക, ബിരുദാനന്തര കോഴ്സിലെ പരീക്ഷാ മൂല്യനിർണ്ണയ കെടുകാര്യസ്ഥത, സമയബന്ധിതമല്ലാത്ത റിസൾട്ടുകളുടെ പ്രസിദ്ധീകരണം, വർദ്ധിപ്പിച്ച യൂണിവേഴ്സിറ്റി ഫീസ് പിൻവലിക്കുക, പുതിയ പരീക്ഷാ സെന്ററുകൾ ഇടുക്കിയിൽ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കട്ടപ്പനയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. MG യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബിരുദാനന്തരത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് സെമസ്റ്റർ രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്നത്. എന്നാൽ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ശരിയായ രീതിയിൽ നടത്താത്തത് മൂലം ഫലപ്രഖ്യാപനത്തിൽ വളരെയധികം അപാകതയുണ്ടാവുകയും വിജയശതമാനം വളരെയധികം താഴുകയും ചെയ്യുന്നു. പാരലൽ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സെമസ്റ്റർ എക്സാമിനേഷൻ കൃത്യമായി നടക്കുന്നില്ല. 2 സെമസ്റ്റർ എക്സാമിനേഷൻ ഒരുമിച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കൃത്യമായി തന്നെ പരീക്ഷാ ഫീസുകൾ പിരിക്കുകയും പരീക്ഷ നടത്താത്തൊരവസ്ഥയും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പാരലൽ കോളേജുകളിലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ്, ഇംപ്രൂവ്മെന്റ് ഫീസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റി ഫീസുകൾ കഴിഞ്ഞ കാലങ്ങളിൽ വൻതോതിൽ വർദ്ധിച്ചതുമൂലം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അസാധ്യമാകുന്നു. തന്മൂലം വളരെയധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൃഷി പരിശീലനത്തിലൂടെ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് സന്തോഷം പകർന്നു നൽകുകയാണ് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റേഴ്സ്. മികച്ച കൃഷി പരിശീലനത്തിനുള്ള സംസ്ഥാന അവാർഡും ഇവരെ തേടിയെത്തിയിരുന്നു. മാനസിക വൈകല്യമുള്ള കുട്ടികളെ അതിജീവിപ്പിച്ച് വള്ളക്കടവ് സ്നേഹസദൻ എന്ന സ്വർഗത്തിലെ ഈ മാലാഖമാർ കൃഷിയിലും കൃഷി പരിപാലനത്തിലും പ്രാപ്തരാക്കുകയാണ്. മാനസിക വൈകല്യമുള്ള കുട്ടികളെ മാത്രം ഉദ്ദേശിച്ച് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായി സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി സിസ്റ്റർ ജെസ്സി മരിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്ഥാപനമാണ് സ്നേഹസദൻ. ഈ സ്ഥാപനത്തിന്റെ വക്താവ് ഇട്ടിച്ചേടൻ എന്നറിയപ്പെടുന്ന പാറയ്ക്കൽ ഇട്ടിയവര എന്നൊരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കായി ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ എന്ന പേരിൽ ഈ സ്ഥാപനം ആരംഭിച്ചു. 4 കുട്ടികളും 3 അധ്യാപകരും വെച്ച് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ നിന്ന് 350 കുട്ടികളോളം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹസദനിൽ 73 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ബോർഡിംഗിൽ 54 കുട്ടികളും ബാക്കിയുള്ളവർ പോയി വന്ന് പഠിക്കുന്നവരുമാണ്. മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ സർവോത്മകമായ ഉയർച്ചയാണ് സ്നേഹസദന്റെ ലക്ഷ്യം. ഭൗതികമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്നുള്ളതിന്റെ മാനദണ്ഡം. കുട്ടികളുടെ പഠനഭാഗമായി പച്ചക്കറി കൃഷിയും ഇതിനോടൊപ്പം തുടങ്ങി. സ്നേഹസദനിലെ മാലാഖമാരുടെ പോളി ഹൗസിൽ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി 2013-14 വർഷത്തെ സ്കൂൾ പച്ചക്കറി മത്സര ഇനത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. സമ്മാനത്തിന് അർഹരാകാൻ സഹായിച്ച കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെയും ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് മാലിൽ എന്നിവരെയും സിസ്റ്റർ മേരിയറ്റ നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടക്കം കുറിച്ചത് ഇവിടെ പാറയ്ക്കൽ കുട്ടിച്ചേട്ടൻ്റെ ഞാൻ കാര്യം പറഞ്ഞല്ലോ, ആ ചേട്ടൻ്റെ സ്വത്ത് മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ പ്രൊവിൻഷ്യലിനോടൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ട് ഈ സ്ഥലം നമ്മൾ ആദ്യം കുറച്ച് സ്ഥലം നമുക്ക് തന്നു. പിന്നെ ബാക്കി വന്ന ശേഷം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ പുള്ളി എല്ലാം എഴുതിയൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. 4 കുട്ടികൾ കൂടിയായി ഈ സ്ഥാപനം തുടങ്ങിയത്. 4 കുട്ടികളും 3 ടീച്ചേഴ്സുമായിട്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യാനും എവിടെന്നെങ്കിലൊക്കെ സഹായം അങ്ങനത്തെയൊക്കെ കിട്ടാനും ഒക്കെ ഒത്തിരി അങ്ങനെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ പഞ്ചായത്ത് ലെവലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തി. പിള്ളേരെ ആണെങ്കിലും ഈ തൊഴിലുറപ്പിലൊക്കെ പെടുത്തി. അപ്പോൾ പ്രായമുള്ളവരുങ്ങളെ 18 വയസ്സ് കഴിഞ്ഞവർ, അപ്പോൾ അവർക്ക് ഒരു വരുമാന മാർഗമൊക്കെ ആയിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വലങ്കയായിട്ട് പുള്ളി പ്രവർത്തിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോളി ഹൗസ് ഇത് 2ാമത് നിർമ്മിച്ച പോളി ഹൗസാണ്. അതിന് അപ്പുറമുള്ള പോളി ഹൗസാണ് സിസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിലും പൈസ ചെലവ് ചെയ്തും ഉണ്ടാക്കിയത്. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ പോളി ഹൗസാണ് ഇനി തൊട്ടപ്പുറത്തെ പോളി ഹൗസ്. പോളി ഹൗസിൻ്റെ പ്രത്യേകത ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് മൊത്തം മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചം ചൂട് സ്പ്രെഡ് ചെയ്തേ വരുള്ളൂ, ഒരേ സ്ഥലത്തേക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 12 മാസവും ഇതിനകത്ത് കൃഷി ചെയ്യാം എന്നുള്ളതാണ് പോളി ഹൗസുകളുടെ പ്രത്യേകത. നമ്മളിവിടെ ഇത് പോളി ഹൗസ് തുടങ്ങിയതിന് ശേഷം ഒട്ടേറെ ജില്ലയിലും പഞ്ചായത്തിലും ഒക്കെ ഒട്ടേറെ പോളി ഹൗസുകൾ ഇതേ മാതൃകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷകരമാണ്. പഠനത്തെക്കാൾ ഉപരി തൊഴിലനുഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഇതുപോലുള്ള കുട്ടികൾക്ക് താല്പര്യം. ഇത് മനസ്സിലാക്കിയ സിസ്റ്ററും അധ്യാപക ബിന്ദുവും കുട്ടികളെ ഇതിനായി പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് വന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്ന ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് സ്നേഹസദനിലെ കുഞ്ഞുമാലാഖമാർ. അവരുടെ ആനന്ദത്തിനും ഉത്സാഹത്തിനും സിസ്റ്ററും അധ്യാപകരും സമയം കണ്ടെത്തുന്നു.
ആഴ്ചയിൽ ഒരു ദിവസം ചുറ്റുവട്ടങ്ങളിൽ നടക്കാനിറക്കുകയും ഹോസ്പിറ്റൽ സന്ദർശനവും നടത്തുന്നുണ്ട്. ഇതുവഴി കുട്ടികൾക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിയാനും ആളുകളുമായി സംസാരിക്കാനും അവസരമൊരുക്കുന്നു. ഇവർ പച്ചക്കറി കൃഷിയിൽ പടവലങ്ങ, കോളിഫ്ലവർ, ക്യാബേജ്, മുളക്, ക്യാരറ്റ്, ചൈനീസ് ക്യാബേജ്, പാലക്ക്, വെണ്ട, സവോള, ബീട്രൂട്ട്, മാലിമുളക്, ബീൻസ്, പാവയ്ക്ക, വഴുതന, മത്തൻ, ചീനി, ചീര എന്നിങ്ങനെ നിരവധി ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പൂക്കൾ വളർത്താനും പരിപാലിക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു. എൻ്റെ പേര് ജോമാൻ പീറ്റർ. ഞങ്ങളുടെ ഇവിടെ രാവിലെ വന്ന് വെള്ളം ഒഴിക്കും, കാട് പറിക്കും, പിന്നെ വളമിടും. പച്ചക്കറി ജോലി ചെയ്യുന്ന സന്തോഷമാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, വെണ്ടയ്ക്ക, വഴുതന, പടവലമുണ്ട്, പാവയ്ക്ക ഉണ്ട്. മാനസിക വൈകല്യമുള്ള കുട്ടികളെ വീട്ടിൽ തളച്ചിടാതെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാനാവുന്നത് ഏറ്റവും വലിയ സന്തോഷമാണെന്നും സിസ്റ്റർ പറയുന്നു. അറിവുകളും കഴിവുകളും ഉണ്ടായിട്ടും പ്രകൃതിയെ സ്നേഹിക്കാനും പരിപാലിക്കാനും സമയം കണ്ടെത്താത്ത പുതുതലമുറയ്ക്ക് സ്നേഹസദനിലെ കുഞ്ഞുമാലാഖമാർ മാതൃകയാവട്ടെ. സ്നേഹസദനിലെ ഈ കൃഷി പരിപാലനത്തിലൂടെ ദൈവത്തിന്റെ മക്കൾക്ക് ഇവിടുത്തെ സിസ്റ്റേഴ്സ് പകർന്നു കൊടുക്കുന്നത് ജീവിതത്തിലെ ഏറെ സന്തോഷമാണ്. വള്ളക്കടവിൽ നിന്നും റോജ റോയ്, ഇടുക്കി നെറ്റ് വിഷൻ. ഹൈറേഞ്ചിന്റെ നെല്ലറയായ അണക്കര പാടശേഖരത്തിൽ നിന്നും നെൽകൃഷി പടിയിറങ്ങുന്നു. 120 ഹെക്ടറോളം വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ നാമമാത്രമായ സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ കൃഷിയുള്ളത്. ഒരു കാലത്ത് സമൃദ്ധിയുടെ പൂവിളി ഉയർന്ന ഈ പാടശേഖരം ഇന്ന് മരണം കാത്തു കിടക്കുന്ന മരുപ്പറമ്പാണ്. കേരളത്തിന്റെ തനത് നെല്ലിനങ്ങളായ പാൽത്തോടി, മരത്തോടി തുടങ്ങിയവ സുവർണവർണ്ണം ചാർത്തി വിളഞ്ഞു നിന്ന പാടശേഖരത്തിനാണ് ദുരമൂത്ത മനുഷ്യന്റെ അത്യാർത്തി ഈ ദുർഗതി സമ്മാനിച്ചിരിക്കുന്നത്. 120 ഹെക്ടറിലധികം വിസ്തൃതിയുണ്ടായിരുന്ന പാടശേഖരത്തിൽ കൃഷി ഇപ്പോൾ നേർപകുതിക്കും താഴെയായി. ശേഷിക്കുന്ന 60 ഹെക്ടറിൽ 30 ഹെക്ടറോളം കൃഷിയിടം മണലെടുത്ത വൻകുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമിയാകട്ടെ ഇനിയൊരിക്കലും ഗതകാല പ്രൗഢിയിലേക്ക് മടങ്ങാൻ കഴിയാതെ നശിച്ചു കഴിഞ്ഞതായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു 10-20-30 ഹെക്ടറോളം സ്ഥലം നമുക്ക് അങ്ങനെ വെറുതെ വേസ്റ്റായിട്ട് കിടക്കുകയാണ്. അവിടെ നിലവിൽ നമുക്കിപ്പോൾ യാതൊരു കൃഷികളും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു 10-15 ഹെക്ടർ സ്ഥലം നമുക്ക് ഈ വർഷം തരിശായിട്ട് കിടപ്പുണ്ട്. വർദ്ധിച്ചു വരുന്ന കൂലിച്ചെലവ്, ഉണ്ടാകുന്ന വിളനഷ്ടം, പ്രതീക്ഷിക്കത്തുള്ള വിളവ് ഉണ്ടാവാത്തതുകൊണ്ട് ആൾക്കാരെ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. വിളവ് കുറവായതും കൃഷിച്ചെലവ് വർദ്ധിച്ചതും മൂലമാണ് കൃഷിയോഗ്യമായ ഭൂമി തരിശിടാൻ കർഷകർ നിർബന്ധിതരായത്. സ്വന്തമായി കൃഷി ചെയ്തെടുക്കുന്ന ആഹാരം കഴിക്കാനുള്ള ആഗ്രഹമാണ് കൃഷി നഷ്ടമായിട്ടും നെൽകൃഷി തുടർന്നുകൊണ്ടുപോകാൻ ചില കർഷകരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇത് എത്ര കാലത്തേക്ക് എന്ന ആശങ്ക കൃഷി ഉദ്യോഗസ്ഥരിൽ പോലും ഉയരുന്നുണ്ട്. സർക്കാരും കൃഷി വകുപ്പും കർഷകരെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് അണക്കര പാടശേഖരത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ചക്കുപള്ളം പഞ്ചായത്തിന്റെ ജൈവ മേഖലയ്ക്ക് വൻ ആഘാതം സമ്മാനിച്ചുകൊണ്ട് ഈ പാടശേഖരം വിസ്മൃതിയിലേക്ക് മറയാൻ അധികകാലം വേണ്ടിവരില്ല. കോവിൽമല രാജാവ് രാമൻ രാജമന്നാന്റെ കൊട്ടാരഭൂമി സമർപ്പണ സമ്മേളനം ഡിസംബർ 15 നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. കോവിൽമല രാജാവിന് കൊട്ടാരം നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിക്കുകയും ബജറ്റിൽ വക കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരം നിർമ്മിക്കുന്നതിന് ഭൂമിയില്ലാത്തതിന്റെ പേരിൽ കൊട്ടാരം നിർമ്മിക്കുവാനോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. രാജാവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് എറണാകുളത്ത് ചേർന്ന ഹിന്ദു സംഘടനാ നേതൃയോഗമാണ് ഭൂമി വാങ്ങി നൽകാൻ തീരുമാനമെടുത്തത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാമൻ രാജമന്നാന് കൊട്ടാരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി സമർപ്പണം ഡിസംബർ 15 3 മണിക്ക് കോവിൽമല ക്ഷേത്ര അങ്കണത്തിൽ നടക്കുന്ന ഹൈന്ദവ സമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. കോവിൽമലയിൽ 25 സെന്റ് സ്ഥലം ഹിന്ദു സംഘടനകൾ വിലക്കി വാങ്ങിയിട്ടുണ്ട്. ഈ ഭൂമിയാണ് രാജാവിന് കൊട്ടാര നിർമ്മാണത്തിനായി കൈമാറ്റുന്നത്. ഭൂമി സമർപ്പണ സമ്മേളനത്തിൽ RSS പ്രാന്ത സംഘചാലക് PEB മേനോൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കുമ്മനം രാജശേഖരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ്, കേരള വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് പള്ളിയറ രാമൻ, പ്രാന്തീയ ധർമ്മജാഗരൻ പ്രമുഖ് VK വിശ്വനാഥൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR ബാലരാമൻ, ജില്ലയിലെ വിവിധ സമുദായ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ TS നാരായണൻ, ES ബിജു, OK സജയൻ, KV രാജു എന്നിവർ പങ്കെടുത്തു. ഇടവേള. പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ.
കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. I think it's time I... അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. വാർത്തകൾ തുടരുന്നു. പക്ഷിപ്പനി ഭീതിയാകുന്നതോടെ ഇറച്ചിക്കോഴി വിപണി ഉണരുന്നു. കോഴിവിലയും വർദ്ധിച്ചിട്ടുണ്ട്. കിലോയ്ക്ക് 75 മുതൽ 80 രൂപ വരെയാണ് കോഴിവില വർദ്ധിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ താറാവുകളിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചതോടെ ഇടുക്കി ജില്ലയിൽ ഇറച്ചിക്കോഴികൾക്കും ശനിദശ ആരംഭിക്കുകയായിരുന്നു. പക്ഷിപ്പനിയെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകളും ദൃശ്യങ്ങളും ജനങ്ങളിൽ യാഥാർത്ഥ്യങ്ങളെക്കാൾ ഏറെ ആശങ്കകളാണ് നിറച്ചത്. ഇതോടെ 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന കോഴിവില 3 ദിവസത്തിനുള്ളിൽ 60 രൂപയിലേക്ക് കൂപ്പുകുത്തി. അന്യസംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനിയോ കുളമ്പ് രോഗമോ റിപ്പോർട്ട് ചെയ്താൽ കോഴിയിറച്ചിക്കും പോത്തിറച്ചിക്കും വലിയ തോതിൽ വില കുറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. വില കുറയുന്നതോടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ പതിവാണ് ഇത്തവണത്തെ പക്ഷിപ്പനി തെറ്റിച്ചത്. വില കുറഞ്ഞെങ്കിലും കോഴിയിറച്ചി ആർക്കും വേണ്ടാതായിരുന്നു. ഇതോടെ കടം വാങ്ങിയും ലോണെടുത്തുമൊക്കെയായി കോഴിഫാം ആരംഭിച്ച തദ്ദേശീയരായ കർഷകർ പ്രതിസന്ധിയിലായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കോഴികളുമായി വരുന്ന വാഹനങ്ങൾ അതിർത്തിയിൽ നിന്ന് തിരിച്ചുവിടാൻ തുടങ്ങിയതോടെ വ്യാപാരികളും ദുരിതത്തിലായി. മലയാളികളുടെ പ്രിയപ്പെട്ട മാംസാഹാരമായ ഇറച്ചിക്കോഴിയിൽ പ്രതീക്ഷയർപ്പിച്ച് മുതൽ മുടക്കിയ കർഷകരും കച്ചവടക്കാരും ദുരിതപർവം താങ്ങുന്നതിനിടയിലാണ് പ്രതീക്ഷയുടെ കൈത്തിരിയുമായി പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായത്. ഇതോടെ കോഴിയിറച്ചി വാങ്ങാൻ ആളുകൾ തയ്യാറായത് വ്യാപാരികൾക്ക് ആശ്വാസമായപ്പോൾ വിലയുയർന്നത് കർഷകർക്കും ഗുണകരമായി. നിലവിൽ 75 രൂപയാണ് കട്ടപ്പന ചന്തയിൽ കോഴിയിറച്ചിക്ക് വില. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ 1 കിലോയ്ക്ക് 80 രൂപയ്ക്കാണ് വിൽപ്പന. ക്രിസ്തുമസ് അടുക്കുന്നതോടെ ഇറച്ചിക്കോഴി വിലയിൽ ഇനിയും വർധനയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും. സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട ഓഡിഷൻ നെടുങ്കണ്ടത്ത് നടക്കും. ആദ്യ ഓഡിഷനിൽ അരങ്ങേറിയ സംഗീത മത്സരം ഏറെ മികവ് പുലർത്തി. CNXN മീഡിയയും ഇടുക്കി നെറ്റും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആദ്യ ഓഡിഷന്റെ 2ാം പകുതിയിൽ അരങ്ങേറിയ സംഗീത മത്സരം ഏറെ മികവ് പുലർത്തി. ശബ്ദമാധുര്യവും ഭാവങ്ങളും കൊണ്ട് മത്സരാർത്ഥികൾ ഗാനങ്ങളെ മനോഹരമായി വേദിയിൽ അവതരിപ്പിച്ചു. ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ റൗണ്ടിൽ തന്നെ മത്സരാർത്ഥികൾ ഇത്ര നല്ല പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ മത്സരം പുരോഗമിക്കുമ്പോൾ റിയാലിറ്റി ഷോയിൽ തീ പാർന്ന് പോരാട്ടമുണ്ടാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ അദാലത്ത് ദേവികുളം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു. ജില്ലയിൽ 2 ഇടങ്ങളിലായി അദാലത്ത് നടന്നു. 1400ഓളം അപേക്ഷകളാണ് തീർപ്പിനായി എത്തിയത്. ദേവികുളത്ത് 1100 പരാതികളും അടിമാലിയിൽ 300 പരാതികളുമാണ് ലഭിച്ചിട്ടുള്ളത്. കോടതിയിൽ നിലവിലുള്ള കേസുകൾ, നികുതി ഇളവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നീ വിവിധ പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. മൂന്നാറിൽ നടന്ന അദാലത്ത് മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ചെയർമാൻ KK ജിനൻ ഉദ്ഘാടനം ചെയ്തു. ട്രിബ്യൂണൽ മെമ്പർമാരായ വിജയൻ,
PN സജികുമാർ, അഡ്വക്കേറ്റ് MM മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർവീസ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് മുരളി, TLSC സെക്രട്ടറി KS ശിവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അടിമാലിയിലെ അദാലത്തിന് അടിമാലി മജിസ്ട്രേറ്റ് N രജിത് കൃഷ്ണൻ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് ബെന്നി മാത്യു, അഡ്വക്കേറ്റ് സണ്ണി N തെനാലി, കോടതി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിക്കിടന്ന കേസുകൾക്ക് പരമാവധി തീർപ്പ് കൽപ്പിക്കുക എന്നതായിരുന്നു അദാലത്തിന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്തൊട്ടാകെ തന്നെ ഇന്നേ ദിവസം ഇത്തരം അദാലത്ത് നടത്തി വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം അദാലത്തിലൂടെ പരിഹരിക്കപ്പെടുന്ന പരിഹാരങ്ങൾക്ക് സിവിൽ കോടതിയിലെയും ക്രിമിനൽ കോടതിയിലെയും വിധിന്യായങ്ങളുടെ അതേ നിലനിൽപ്പും പ്രാധാന്യവുമുണ്ട്. തോപ്പിൽ ഭാസി വിടവാങ്ങിയിട്ട് 32 വർഷങ്ങൾ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം നാടിന് സമർപ്പിക്കുകയും സാംസ്കാരിക സമൂഹത്തിന് നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു തോപ്പിൽ ഭാസി. മലയാള നാടകകൃത്തും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായിരുന്നു തോപ്പിൽ ഭാസി. മലയാള നാടക പ്രസ്ഥാനത്തിന് മൗലിക സംഭാവന നൽകിയ നാടകകൃത്തും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും നിയമസഭാ സാമാജികനും കൂടിയായിരുന്നു. ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മലയാള നാടക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒന്നാണ്. ഒന്നാം കേരള നിയമസഭയിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായാണ് ഭാസി നിയമസഭയിലെത്തിയത്. ഭൂ ഉടമകൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തിയ വിപ്ലവ സമരത്തിന്റെ ഫലമായുണ്ടായ ശൂരനാട് കേസിൽ കുടുങ്ങി ഒളിവിലായിരുന്ന സമയത്താണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഭാസി എഴുതുന്നത്. സോമൻ എന്ന അപരനാമത്തിലായിരുന്നു അദ്ദേഹം നാടകം എഴുതിയത്. KPAC എന്ന പ്രസിദ്ധമായ നാടക സംഘത്തിന്റെ സ്ഥാപക പ്രവർത്തകരിലൊരാൾ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഏതാണ്ട് 4000-ഓളം സ്റ്റേജുകളിൽ കളിച്ചുവെന്ന് കരുതപ്പെടുന്നു. KPACയുടെ ആഭിമുഖ്യത്തിൽ 1952 ഡിസംബർ 6-ന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. കേരള നാടകരംഗത്തെ ഒരു വൻ ചുവടുവെപ്പ് നടത്താൻ KPACയെ ഈ നാടകം സഹായിച്ചു. നിന്റെ ഒക്കെ ഗുണം കൊണ്ടാടി കാണാൻ വയ്യായോ, മനം പോലെ മംഗല്യം എന്നാണ് പറയുന്നത്. ഞാൻ എന്തിനാ ഈ കിടന്ന് വായിട്ടലയ്ക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞ തള്ളയ്ക്കും മക്കൾക്കും അത് പിടിക്കത്തില്ല. പപ്പു ആണോടാ അത്? ആനേ. എടാ പപ്പു, എന്തോ നീ വെറും ചോവനാണേലും കാര്യമുള്ളവനാണല്ലോ. അതെ അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഭാസി ഒരു ദശവർഷം ഒളിവിൽ പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ നാടകങ്ങൾ വഴി മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. 1945 ആദ്യ നാടകം അരങ്ങേറി മുന്നേറ്റം. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ശകുന്തള എന്ന പേരിൽ ഗദ്യ നാടകമായി അവതരിപ്പിച്ചു. രചനയ്ക്കും സംവിധാനത്തിനും നിരവധി സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. 1968 നാടകങ്ങൾക്കുള്ള ദേശീയ അവാർഡ് അശ്വമേധത്തിന് ലഭിച്ചു. ഒട്ടുമിക്ക നാടകങ്ങളും ചലച്ചിത്രമായി. ഏതാനും ചെറുകഥകളും ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥയും രചിച്ചിട്ടുണ്ട്. നാടക നടനായിരുന്ന തോപ്പിൽ കൃഷ്ണപിള്ള സഹോദരനാണ്. ചലച്ചിത്ര സംവിധായകൻ അജയൻ പുത്രനാണ്. 100-ലേറെ ചലച്ചിത്രങ്ങൾക്ക് ഭാസി തിരക്കഥ എഴുതിയിട്ടുണ്ട്. 16 സിനിമകൾ സംവിധാനം ചെയ്തു. ആ രംഗത്ത് വിജയിച്ച പല കഥകളും അദ്ദേഹം സിനിമയാക്കി സംവിധാനം ചെയ്തിട്ടുണ്ട്. അമ്മിണി അമ്മയാണ് സഹധർമ്മിണി. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായ അജയൻ മകനാണ്. ഇദ്ദേഹത്തെ കൂടാതെ സോമൻ, രാജൻ, സുരേഷ്, മാല എന്നീ മക്കളും ഭാസി അമ്മിണിയമ്മ ദമ്പതികൾക്കുണ്ട്. 1992 ഡിസംബർ 8-ന് അന്തരിച്ചു. ജിസ്മി കുര്യാക്കോസ്, കൾച്ചറൽ ഡെസ്ക്, ഇടുക്കി നെറ്റ് വിഷൻ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും വൻ കവർച്ച. 3.25 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കട്ടപ്പന ബിവറേജസ് ഷോപ്പിൽ നിന്നും 55,000-ത്തിലധികം രൂപയുടെ മദ്യവും മോഷ്ടാക്കൾ കടത്തി. MG യൂണിവേഴ്സിറ്റിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി KR സോദരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൃഷി പരിശീലനത്തിലൂടെ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് സന്തോഷം പകർന്നു നൽകുകയാണ് കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റേഴ്സ്. മികച്ച കൃഷി പരിശീലനത്തിനുള്ള സംസ്ഥാന അവാർഡും ഇവരെ തേടിയെത്തിയിരുന്നു. സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട ഓഡിഷൻ നെടുങ്കണ്ടത്ത് നടക്കും. ആദ്യ ഓഡിഷനിൽ അരങ്ങേറിയ സംഗീത മത്സരം ഏറെ മികവ് പുലർത്തി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ?
ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. പൊഴിയും അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം.